ഹായ് എവരിവൺ. ഇന്നലെ നാസ്ഡാക്കിൽ, അതായത് 21/5/2026 മിനിഞ്ഞാന്നത്തെ പോലെ തന്നെ ഒരു സിമിലർ ബുള്ളിഷ് മൊമെൻറ്റിന് yield ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ട്രേഡ് ചെയ്യുമ്പം ക്യാൻഡിൽസ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നതിന് പകരം yield അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. yield ബെസ്റ്റായിട്ടൊരു ഇൻഡിക്കേറ്റർ വേറെ ഇല്ല. നോമിനൽ yield മതി. ശരിക്കും നമുക്ക് yield അല്ല, ബോൺസാണ് വേണ്ടത്. പക്ഷേ ZN, ZF, ZB ഇത് മൂന്നും ഡാറ്റ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് മേടിക്കണം, അല്ലാതെ നമുക്ക് ലൈവ് ചാർട്ട് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് yield യൂസ് ചെയ്താൽ മതി. yield സിമിലർ ചാർട്ട് തന്നെയാണ്, ഡിലേ കാര്യങ്ങളൊന്നുമില്ല. സോ yield ചാർട്ട് നാസ്ഡാക്കിനെ മാത്രമല്ല, ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പം, യൂറോ USDയിൽ ഏതിൽ ട്രേഡ് ചെയ്യുമ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. സോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ബ്ലൈൻഡ്ലി yield മാത്രം നോക്കരുത്. നമ്മളെ നോർമൽ ലിക്വിഡിറ്റി, സ്വീപ്പ്, പാറ്റേൺസ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം yield നമ്മൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും ചേഞ്ച് ഓഫ് ക്യാരക്ടറും തന്ന സെയിം ഡയറക്ഷനിലേക്ക് yield കൺഫർമേഷൻ തരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഉറപ്പ് വരുന്നുണ്ട്. സോ ഇന്നലത്തെ കാര്യം നോക്കാം നമുക്ക്. ഇന്നലെ ഇൻഡെക്സ് നാസ്ഡാക്ക് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റ് വന്നു, താഴോട്ട് ഒരു മൂവ്മെൻറ്റ് വന്നു. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ശരിക്കും ഒരു എൻട്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ഡയറക്ഷൻ ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലിക്വിഡിറ്റി ആയിരുന്നു, അതായത് ഇന്നലത്തെ മോർണിംഗ് ഓപ്പണിങ്ങിൻ്റെ ലിക്വിഡിറ്റി ആയിരുന്നു. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി റിലേറ്റീവ് ഈക്വൽ ലോ കണ്ടില്ലേ, ഈ റിലേറ്റീവ് ഈക്വൽ ലോ എടുത്തതിന് ശേഷം നല്ലൊരു എന്താണ് പറയുക, അക്യുമുലേഷൻ പോലത്തെ ഒരു മാർക്കറ്റ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. നമുക്കറിയില്ല, നോർമലി ആളുകൾ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു ബുള്ളിഷ്നെസ് 2 വേവ് തന്നു കഴിഞ്ഞാൽ ആളുകൾ മുകളിലോട്ട് എടുക്കും. ഈ ഫസ്റ്റത്തെ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ മുകളിലോട്ട് ട്രേഡ് എടുക്കും. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ നമുക്ക് എന്ത് വേണം, നമുക്ക് yield നമ്മുടെ ഡയറക്ഷനെ സപ്പോർട്ട് ചെയ്യണം. അതുവരെ നമുക്ക് ട്രേഡ് ഇല്ല. സോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമുള്ള ഈ കൺസോളിഡേഷൻ ഓർ എനിത്തിങ് എന്ത് വേണമെങ്കിലും പറയാം. ഈ സമയം എന്ന് പറയുന്നത് yield സംബന്ധിച്ച് ഒരു സൈഡ് വൈസ് ആയിരുന്നു മാർക്കറ്റായിരുന്നു. നമുക്കറിയില്ല മാർക്കറ്റ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമെന്ന്. നമുക്ക് ഒരു ഡാറ്റ ഇല്ല, അതായത് ക്യാൻഡിൽ മാത്രം കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഗാംബ്ലിങ്. നമുക്ക് എന്ത് വേണം? നമുക്ക് പ്യുവർ ഡാറ്റ വേണം. ആ ഡാറ്റയാണ് yield നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് പാറ്റേൺസ് മുകളിലോട്ട് തന്നെയാണ്. എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്സും എല്ലാം മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇനി വേണ്ടത് yield താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. yield താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സെയിം ടൈമിൽ എന്ത് വന്നു? മാനിപ്പുലേഷൻ, കറക്റ്റ് മാനിപ്പുലേഷൻ. yield താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ശരിക്കും യഥാർത്ഥത്തിൽ നാസ്ഡാക്ക് മുകളിലോട്ട് പോകണം. പക്ഷേ സെയിം ടൈമിൽ നമുക്ക് മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ മാനിപ്പുലേഷനാണ് ഇവിടെ കാണുന്നത്. സോ yield താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൊത്തം സ്വിങ്ങിനെയും പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിനെ എടുക്കണം. ഡിസ്കൗണ്ട് ഏരിയ ഏതാണ്? ഈ 50% ലൈൻ. ആ 50% ലൈന് വരെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് പോയിൻ്റ് ഏതാണ്? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് വന്നു, റിയാക്ട് ചെയ്തു മാത്രമല്ല, ഇത് ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് മൊത്തം ഇറ്റ്സ് എ മാനിപ്പുലേഷൻ ആണെന്ന് പറയാൻ കാരണം yield ഓൾറെഡി താഴോട്ട് മൂവ് ചെയ്യുന്നു, നാസ്ഡാക്ക് മുകളിലോട്ട് പോകണം. സോ ഈ താഴോട്ട് വരുന്ന ഈ ഒരു മൊമെൻറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നു, ദെൻ റീകൺസ്ട്രക്ഷൻ തന്നു, അതിന് ശേഷം ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന സമയം മാർക്കറ്റ് റിയാക്ഷൻ എടുത്ത് മുകളിലോട്ട് പോകുന്ന സെയിം ടൈമിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇവിടെ yield ഈ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നാസ്ഡാക്ക് മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള ഒരു പ്രോപ്പർ റീടെസ്റ്റ് വേണം. ഒരു പ്രോപ്പർ റീടെസ്റ്റ് വേണം ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക്. താഴെയുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് റീടെസ്റ്റ് വന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഒരു 50% എക്സ്പെക്റ്റ് ചെയ്ത് നിന്നായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു മോർണിംഗിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈയിനെയും അതുപോലെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ താഴത്ത് നിന്നും ലോ സൈഡിൽ നിന്നും ഒരു ഹെവി ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലോട്ട് വന്നു. സോ അതിൻ്റെ
ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിട്രസ്റ്റ് തന്നെ എൻട്രി എടുത്തു. നമുക്ക് എന്ത് തന്നു? ഈ ഒരു കണ്ടിന്യൂവേഷൻ മുകളിലോട്ട് വന്നു, ഈ ലിക്വിഡിറ്റി എടുത്തു. സെയിം ടൈം അവിടെ മുകളിൽ എത്തിയ ഉടനെ തന്നെ എന്ത് വന്നു? ഈൽഡ് സൈഡ് വൈസ് ആയി. സോ ഇതുപോലെ ഈൽഡിനെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഈൽഡ് മാത്രമല്ല, ഈൽഡ് മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ നമ്മൾ എന്ത് വേണം? പ്രൈസ് ആക്ഷനെ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഈ ഒരു ട്രേഡിൻ്റെ മൊമെൻറ്റിന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക.